നമ്മളിന്നൊരു സ്പെഷ്യൽ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകും. അതിന് വേണ്ട സാധനങ്ങൾ പറയാം. ഇതിനായി നമുക്ക് വേണ്ടത് ചെറുതായി അരിഞ്ഞ തക്കാളി, ചെറുതായി അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ചെറുതായി അരിഞ്ഞ സവാള. ഇവിടെ ഞാൻ ചെറിയ തക്കാളി എടുത്തുകൊണ്ട് ചെറുതായിട്ട് അരിയാൻ പറ്റിയില്ല, അങ്ങനെ ഞാൻ അരിഞ്ഞു. നമുക്കൊരു ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചെറിയ തക്കാളിയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ച് വെക്കും. 5 മിനിറ്റ് ആ ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടി. തുറന്നതിന് ശേഷം നമ്മൾ ഈ മസാല നന്നായിട്ട് ആ പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 4 മുട്ടയൊക്കെ എടുക്കാം. ഉണ്ണി പൊട്ടാതെ ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കണം. പക്ഷേ എൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി. നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. 10 മിനിറ്റോളം ഇത് അടച്ച് വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണേ, എന്നാൽ മാത്രമേ ആ ഉണ്ണി നന്നായിട്ട് വെന്ത് ഒരു ബുൾസൈ പരിവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാം. എനിക്ക് നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം വെക്കുക. എനിക്ക് അതായത് കുറച്ച് നേരം ഞാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെറുതെ എടുക്കുക. രസത്തിന് വേണ്ടി കുറച്ച് പച്ചമുളകും മല്ലിയിലേക്ക് തൂവി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഓംപ്ലേറ്റ് റെഡി. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്, വയറ് നിറയെ അടിപൊളി സാധനമാണ്. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഇടാം. ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 2 സ്ലൈസ് ചീസൊക്കെ വെച്ച് അടിപൊളിയാക്കാം.